പ്രൊഡ്യൂസർ അസോസിയേഷന്റെ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്കയും ലാലേട്ടനും വിളിച്ചിട്ട് പോലും സുരേഷേട്ടൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഓടാ ഒന്നും നടക്കൂല മോനെ, പോയി പണി നോക്കുകയെന്ന്. എന്താ പറയണ്ടേ? സുകുമാരൻ എന്ന് പറയുന്ന ഒരു മഹാനടൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ നടന്മാരുടെ സാലറിയിൽ വലിയ രീതിയിലുള്ള മാറ്റം വരുത്തണമെന്ന് ആദ്യമായി പറയുന്നത്. ആ ഒരു സമയത്ത് എല്ലാ പ്രൊഡ്യൂസർമാരും ഇതിനെ മൈൻഡും ചെയ്തില്ല, അദ്ദേഹത്തിനെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇന്ന് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ ഒരു വലിയ സിനിമയുമായി വരുന്നു. ലൂസിഫർ എന്ന സിനിമ വൻ ഹിറ്റ്, കോടികളുടെ വരുമാനം വരുമ്പോൾ അദ്ദേഹത്തിനോട് വീണ്ടും അസൂയയും കുശുമ്പും വരികയാണ്. ആന്റണി പെരുമ്പാവൂർ എന്ന മോഹൻലാലിന്റെ ബിനാമിയായി നിൽക്കുന്ന ആ ഒരു പ്രൊഡ്യൂസർ, അയാൾ എവിടുന്ന പൈസ കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടൊന്നുമില്ല. അദ്ദേഹം ഒരു സിനിമ ചെയ്യുന്നു, കോടികൾ വാരുന്നു. ഇതാ L2 എമ്പുരാൻ എന്ന സിനിമയുടെ റിലീസിന്റെ മുന്നോടിയായിട്ട് തന്നെ സുരാഷ് എന്ന് പറയുന്ന ആ ഒരു മാടമ്പിത്തര മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ പുറത്തേക്കും പ്രകടിപ്പിക്കുന്ന കേരള സ്റ്റോറി എന്ന സിനിമ കേരളത്തിൽ യഥാർത്ഥത്തിൽ നടന്നതാണെന്ന് പറഞ്ഞ സംഘികളുടെ കൂടെ നിന്ന ആ ഒരു മനുഷ്യൻ ഇതാ മോഹൻലാലിനെയും അതുപോലെ തന്നെ മമ്മൂക്കയെയും തഴയുകയാണ്. രണ്ടുപേരും സുരേഷിനെ വിളിച്ച് കാര്യം പറയുന്നു, ഈ പ്രശ്നം രമ്യമായ രീതിയിൽ പരിഹരിക്കണമെന്ന്. പക്ഷേ ആ മാടമ്പിത്തരം മനസ്സിനകത്ത് കിടക്കുന്ന ഞങ്ങൾ കോടീശ്വരന്മാർ, ഞങ്ങൾ മാത്രം മതി സിനിമ ചെയ്യുന്നത്, നടന്മാരെല്ലാം അഭിനയിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന ആ ഒരു മാടമ്പി ഡയലോഗ് അടിച്ചു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ന്യൂസിന്റെ കുറച്ച് കഷ്ണങ്ങളിലേക്ക് കടക്കാം. മലയാള സിനിമയിലെ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ളിലെ തർക്കത്തിൽ ഇടപെട്ട് മമ്മൂട്ടിയും മോഹൻലാലും ഫോണിൽ വിളിച്ച് അനുനയ നീക്കത്തിന് ശ്രമിച്ചെങ്കിലും സുരേഷ് കുമാർ വഴങ്ങിയില്ല. നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സംഘടനയ്ക്കുള്ളിൽ കൂടിയാലോചിച്ചെടുത്ത തീരുമാനമാണ് പറഞ്ഞതെന്നുമാണ് സുരേഷ് കുമാറിന്റെ വിശദീകരണം. ഈ പറയുന്ന സുരേഷ് കുമാറിന്റെ മകളായിട്ടുള്ള കീർത്തി സുരേഷ് ചില്ലറ പൈസ കൊന്നല്ലോ സിനിമയിൽ അഭിനയിക്കുന്നത്. കോടികളും ലക്ഷങ്ങളൊക്കെ വാങ്ങിയിട്ട് തന്നെയല്ലേ. ഇതൊരു നടൻ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളെയും ചിലപ്പോൾ ഇനി സിനിമയിൽ നിന്നും കാണാൻ കഴിയാത്ത രീതിയിൽ എടുത്ത് പുറത്തെറിയും, ഒരു സംശയം വേണ്ട. മറ്റൊരു മാടമ്പി ഉണ്ട്, എല്ലാവർക്കും അറിയാം, രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു മാടമ്പി. ആ മാടമ്പി ഒന്ന് പത്തി താഴ്ത്തിരി മൂലക്കിരുന്നപ്പോൾ സുരേഷ് എന്ന് പറയുന്ന മറ്റൊരു മാടമ്പിയുടെ ഉദിച്ച് പൊന്തലാണ്. ഞങ്ങൾ പൈസ ഇറക്കി, ഞങ്ങൾ പടം എടുക്കും, നിങ്ങൾ ചുമ്മാ വന്ന് അഭിനയിച്ച് പോയാൽ മതി, നിങ്ങൾക്ക് ഇന്ന് തരുന്ന കോടികൾ നാളെ തരാൻ തയ്യാറല്ല എന്നുള്ളതാ. എന്തുകൊണ്ട് ഇതൊന്നും മുന്നേ ചിന്തിച്ചില്ല മിസ്റ്റർ സുരേഷ്? ഏതൊരു മനുഷ്യനും സിനിമ ചെയ്യാം, ഒരു സംഘടനയുടെയും കീഴിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻഡിവിജ്വൽ ആയിട്ട് ആർക്കും സിനിമ ചെയ്യാം, ഒരു തടസ്സവും ഇല്ല. ഇനിയിപ്പോ ഏത് സംഘടനകൾ ഇടപെട്ടാലും ഇവിടെ ഒരു തേങ്ങാകൊലി സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ എനിക്കൊരു സിനിമ ചെയ്യണമെങ്കിൽ എനിക്ക് സിനിമ ചെയ്യാം, വേറൊരാൾക്ക് ഒരു സിനിമ ചെയ്യണമെങ്കിൽ സിനിമ ചെയ്യാം. അതിലൊരു സംഘടനയുടെ മെമ്പർഷിപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ സുരേഷിന്റെ അടുത്തേക്ക് ലാലേട്ടനും മമ്മൂക്കയും വിളിക്കുന്നത് എന്തുകൊണ്ടാ? പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. സിനിമ ഇനി വേണ്ട, സ്തംഭിപ്പിക്കാൻ പോവുകയാണ്, ഇനി മുതൽ സിനിമയില്ല എന്ന് അവർ പറയുക. പുതിയ പ്രൊഡ്യൂസർമാർ വരും, ഒരു സംഘടനയിലും ഇല്ലാത്ത പുതിയ പ്രൊഡ്യൂസർമാർ വരും, അത്രയേ ഉള്ളൂ. എന്താ ചെയ്യുക? ഈ വലിയ വലിയ നടന്മാരൊക്കെ പറഞ്ഞിട്ട് പോലും ഇവർക്കൊക്കെ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടേ. അതുകൊണ്ടൊക്കെ തന്നെയാണ് സുരേഷ് ഏട്ടൻ അതിന് ഇഷ്ടപ്പെടുന്നില്ല. അവർ പൈസ ഉണ്ടാക്കുന്നത് താല്പര്യമില്ല എന്നുള്ളതാണ്. ഇതോടെ തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള നീക്കം വൈകിയേക്കും. സൈഫുന്നിസ അലിയാർ നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് സൈഫുന്നിസ അലിയാർ. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ സുരേഷ് കുമാറിനെ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റിന് മുമ്പേ വിളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സമവായമായേനെ. പക്ഷേ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റും അത് പങ്കുവെച്ചുകൊണ്ടുള്ള താരങ്ങളുടെ നീക്കവും എല്ലാം നടന്നതിന് ശേഷമുള്ള വിളിയിൽ കാര്യമില്ലാതെ പോയോ? കാര്യമില്ലാതെ പോയത് ഈ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ബിനാമി ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ, അയാൾ ഒരു സിനിമ ചെയ്ത് കോടികൾ ലാഭം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് ഇത്ര രൂപയാണ് മുതൽ മുടക്കെന്നും ഇത്ര രൂപയാണ് ലാഭം കിട്ടിയത് എന്ന് പറയാൻ ഒരു ബന്ധവും ഈ വിഷയത്തിലില്ലാത്ത സുരേഷിന് എങ്ങനെ കഴിയുന്നു? ഒരു ചാനലിൽ ഇരുന്ന് ഇന്റർവ്യൂവിൽ അദ്ദേഹം വിളിച്ച് പറഞ്ഞ കുറെ കാര്യങ്ങൾക്ക് എതിരെയായിട്ടാണ്, അതായത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഒരു വീഡിയോ പിന്നെ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ആന്റണി പെരുമ്പാവൂർ എന്ന പ്രൊഡ്യൂസർക്ക് മിണ്ടാതിരിക്കാൻ കഴിയോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആള് പ്രതികരണവുമായി വന്നത്. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് പൃഥ്വിരാജ്, ടോവിനോ തോമസ്, അങ്ങനെ ഒരുപാട് നടന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഇവർക്കൊക്കെ പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്, എല്ലാവരും സിനിമ ചെയ്യും, ഇന്ന ആളുകൾ മാത്രം ചെയ്താൽ മതി എന്നുള്ള ഈ സംഘടനകൾ പലപ്പോഴായിട്ട് പലയിടങ്ങളിലും ഉപകാരത്തിന് ഗുണമുണ്ടാവാറില്ല എന്നുള്ളതാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഒരു സങ്കീർണമായ പ്രതിസന്ധിയിലൂടെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കടന്നു പോകുന്നത് എന്നുള്ളത്. അതിൽ സുരേഷ് കുമാറിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്, ഒരു സംഘടന അതിന്റെ യോഗം ചേർന്ന് എല്ലാ ആളുകളും അംഗങ്ങളുമായും കൂടിയാലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി മാധ്യമ പ്രവർത്തകരെ വിളിച്ച് വാർത്താ സമ്മേളനം നടത്തി ആ തീരുമാനം അറിയിക്കുന്നു. അതിൽ പിന്നീട് ഒരു അംഗം ത്തിന് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ പരാതി ഉണ്ട് എങ്കിൽ ആ അംഗം ആ സംഘടനയാണ് ബന്ധപ്പെടേണ്ടത്, അല്ലാതെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ഇടുകയല്ല വേണ്ടത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പോസ്റ്റിട്ട് ഈ പ്രശ്നം വഷളാക്കിയത് ആന്റണി പെരുമ്പാവൂരാണ് എന്ന നിലപാടിലാണ് സുരേഷ് കുമാർ ഉറച്ചു നിൽക്കുന്നത്. എന്തൊരു മനുഷ്യനാണെന്നറിയോ? അവരുടെ ഗ്രൂപ്പുകളിലേക്ക് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന് പരിഹാരം ഉണ്ടാവും എന്നാണ് ഇദ്ദേഹം പറയുന്നത്.
അങ്ങനെയെങ്കിൽ ഷാലു പെയ്യാട് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എടുത്ത് ദൂരെ കറഞ്ഞത് എന്തിനാ? നിങ്ങളുടെ അസോസിയേഷനിലൊക്കെ മെമ്പർഷിപ്പ് ഉള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാളുടെ വീട്ടിൽ വെള്ളം കയറിയപ്പോൾ എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞ് ഷാലു പെയ്യാട് ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടതിനല്ലേ അദ്ദേഹത്തിന് ദൂർക്കറിഞ്ഞത്? അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് ശരിയാക്കുന്ന പറഞ്ഞു. ഷാലു പെയ്യാട് കുറച്ച് കാര്യം പറയുന്നത് കേൾക്കാം. എന്നെ വി ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ സിനിമ, മലയാള സിനിമ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കലെന്ന്. സത്യം പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് കാലമായിട്ട് ഇയാൾ കിടന്നിട്ട് ഇങ്ങനെ നെഗളിപ്പ് കുറച്ചേ കണ്ടോണ്ടിരിക്കുന്നത്. സിനിമയിൽ കോടികൾ കിട്ടുന്നു അല്ലെങ്കിൽ ലാഭമുണ്ട് എന്ന് പറഞ്ഞൊക്കെ നടന്മാർ നുണ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊതുവെ അദ്ദേഹത്തിനോട് താല്പര്യക്കുറവുണ്ട് എല്ലാ മനുഷ്യന്മാർക്കും. ഒരു പ്രൊഡ്യൂസർ ആണെങ്കിലും ഒരു നടനാണെങ്കിലും അയാളെ കുറിച്ചിട്ട് വലിയൊരു ധാരണ, വലിയൊരു താല്പര്യം ഒന്നും ആർക്കും ഇല്ല. അതിന്റെ ഇടയിലാണ് ഈ ഒരു വൃത്തികേടും ചെയ്തിട്ടുള്ളത്. ചെയ്ത തെറ്റിത്രേ ഉള്ളൂ. കൂടെ നിന്നൊരു പയ്യന്റെ വീട്ടിൽ വെള്ളം കയറിയപ്പം അവനെ ഒന്ന് സഹായിച്ച്, ഒരു മനസാക്ഷിത്വം കാണിച്ച്. സ്വാഭാവികമായിട്ടും ഗ്രൂപ്പിൽ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞ് അവനെ ഒന്ന് സഹായിക്കണം, പാവമാണ്. ഇപ്പോഴും നമ്മളൊരു യൂണിയൻ എന്നൊക്കെ പറയുമ്പോൾ അതാണല്ലോ, നമ്മളൊരു ആവശ്യത്തിനല്ലേ നമ്മളെല്ലാവരും സഹായിക്കേണ്ടത്. ഞാനത് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞ് കമ്മിറ്റി കൂടിയിട്ട് സൗകര്യമുള്ളപ്പോ ചെയ്യാന്ന്. പക്ഷെ എന്തായാലും നാളിതുവരെയായി, ഇത് നടന്നിട്ട് ഏതാണ്ട് 6 മാസത്തിൽ കൂടുതലായി. ഈ നിമിഷം വരെ ആ പയ്യന് 1 രൂപ പോലും കൊടുത്തിട്ടില്ല. പക്ഷെ അപ്പോഴും തന്നെ അവന്റെ കയ്യിൽ ഒരു പൈസ ഇല്ലാന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ആദ്യം ഒരു എമൗണ്ട് അവന്റെ അക്കൗണ്ടിൽ ഗൂഗിൾ പേ ചെയ്തിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വെബ്കൈഡ് യൂണിയനിലങ്ങിട്ട് ആ ഗ്രൂപ്പിലിട്ട് 500, 1000, 2000 രൂപ വീതം അവരിട്ട് എല്ലാം കൂടെ ഞങ്ങൾ ഒരു 15,000 രൂപ ഒരു 10-15 മിനിറ്റിനകത്ത് തന്നെ അവന്റെ അക്കൗണ്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റി. ഈ കൊടുത്തതാണ് ഇവരെ പ്രകോപിപ്പിച്ച ഏറ്റവും വലിയ കാര്യം. കാരണം യൂണിയനേക്കാൾ വലുതായിട്ട് ആരും വളരരുത് എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ അജണ്ട. ഇഷ്ടം പോലെ കല്യാണം അവർക്കുണ്ട്. ഞാൻ കല്യാണം എടുത്ത് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. കേട്ടില്ലേ? ഒരാളെ സഹായിക്കാൻ വേണ്ടി ചോദിച്ചപ്പോ പറയാണ് അടുത്ത കൊല്ലം തീരുമാനിക്കുക എന്നുള്ളത്. അതായത് കരയോഗൊക്കെ വിളിച്ചിട്ട് കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് തീരുമാനിക്കുക എന്നുള്ളത്. ഒരാൾക്ക് അടുത്തോളം വെള്ളം മുട്ടി നിൽക്കുക, ഒന്നും കൂടി 1 ഇഞ്ചും കൂടി വന്ന ആള് തീരുമാനം. ആ രീതിയിൽ നിൽക്കുമ്പോ അങ്ങനെയാണോ സഹായിക്കാൻ? എന്റെ പൊന്നു സുരേഷേട്ടൻ പറയാണ് ഗ്രൂപ്പിൽ സംസാരിച്ചൂടെ എന്നുള്ളത്. ഗ്രൂപ്പിൽ സംസാരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഒരാളെ കുറിച്ച് നിങ്ങൾ പുറത്താക്കിയിട്ടുള്ളത്. കൊള്ളാം. ഇതിന് പിന്നാലെയാണ് ഈ പോസ്റ്റും ഈ പ്രശ്നങ്ങളും എല്ലാം വന്നതിന് പിന്നാലെയാണ് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് കുമാറിനെ വിളിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഒരു തരത്തിലുള്ള അനുനയ നീക്കങ്ങൾക്കും വഴങ്ങില്ല എന്ന നിലപാടിലാണ് സുരേഷ് കുമാർ നിൽക്കുന്നത്. കാരണം സംഘടനയുടെ തീരുമാനമാണ് താൻ പറഞ്ഞത്. താൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒന്നും പിന്നോട്ട് പോകില്ല. തനിക്ക് ആകെ കുറ്റബോധം ഉണ്ട് എന്ന് പറയുന്നത് ഈ കോടിക്കണക്കിന് രൂപയുടെ ബജറ്റ്, അതായത് 141 കോടി എന്ന എമ്പുരാൻ സിനിമയുടെ ബജറ്റിനെ കുറിച്ച് താൻ പരാമർശിച്ചു എന്നുള്ളതാണ്. അത് തന്റെ അറിവോടെ അല്ല ഒരു ചാനൽ, യൂട്യൂബ് ചാനലിൽ നൽകിയ ഒരു ഇന്റർവ്യൂവിലാണത് പറയുന്നത്. തന്റെ അറിവോടെ അല്ല അത് അവര് പബ്ലിഷ് ചെയ്യുന്നത്. ഇക്കാര്യം ആന്റണി പെരുമ്പാവൂർ ഈ പോസ്റ്റ് ഇടുന്നതിന് മുന്നേ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഓക്കെ ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ട് ആ ഇന്റർവ്യൂ അയാളുടെ അറിവോട് കൂടിയിട്ടല്ല ഇട്ടത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ആ ചാനൽ ഇട്ടത് അല്ലേ? അത് പിന്നെ നിങ്ങൾ ഇടപെടലുകൾ നടത്തിയത് ഡിലീറ്റ് ചെയ്യിച്ചു. അതൊന്നും കൂടാതെ ഷാലു പെയ്യാട് കൊടുത്ത ഇന്റർവ്യൂകളൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യിച്ചു. മാടമ്പത്തരം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം അതൊക്കെ തന്നെയാണ് അല്ലെ? ഇവിടെ മോഹൻലാൽ എന്ന് പറയുന്ന നടനും മമ്മൂട്ടി എന്ന് പറയുന്ന നടനും നിങ്ങൾക്കുള്ള ആ ഒരു കമ്പനീസ് ഉണ്ടല്ലോ, പ്രൊഡക്ഷൻ കമ്പനീസ്, അത് വെച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യേ. നിങ്ങളുടെ കൂടെ ആൾക്കാരുണ്ടാവും അല്ലെ? ഇപ്പൊ മമ്മൂട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി ചെയ്ത സിനിമകളൊക്കെ ഹിറ്റാ. അയാളുടെ സിനിമകളൊക്കെ കാണാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ സിനിമകൾ എല്ലാവരും കാണും. ഇപ്പൊ മോഹൻലാലിന്റെ സിനിമകളും കാണും, അവർക്കും അതിൻ്റെതായ ലാഭം കിട്ടാറുമുണ്ട്. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യും. ഇങ്ങനെയുള്ള മാടമ്പിത്തരം കാണിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കുറെ ആളുകൾ അതിലിട്ട് ചവിട്ടിത്താഴ്ത്തുന്ന ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്തിനാണ് വലിച്ചു വലുതാക്കി നീട്ടുന്നത്? എനിക്കൊരു പിടുത്തല്ല ചേട്ടാ. പോസ്റ്റ് ഇടുന്നതിന് മുൻപ് ആന്റണി പെരുമ്പാവൂർ തന്റെ ഫോണിൽ വിളിച്ച് അത് ചെയ്തത് ശരിയായില്ല ചേട്ടാ എന്ന് പറയുകയും ഇതേ തുടർന്ന് താൻ ആ യൂട്യൂബ് ചാനലുകാരെ വിളിച്ച് അത് നിങ്ങൾ കൊടുക്കരുത് എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കിക്കുകയും ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സംബന്ധിച്ചുള്ള പരാമർശം വന്ന ആ അഭിമുഖത്തിലെ ഭാഗങ്ങൾ ജി സുരേഷ് കുമാർ തന്നെ ഇടപെട്ട് നീക്കി. ആ നീക്കിയതിന് ശേഷമാണോ ആന്റണിയുടെ പോസ്റ്റ്? എന്റെ പൊന്നു സുജയ, അതെന്നല്ല പെൺകുട്ടി പറഞ്ഞു. എന്താണ് അതേത് എല്ലാരും കണ്ടൊരു വീഡിയോ, ഇത്ര രൂപ നഷ്ടത്തിലോടി സിനിമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിനിമയെ നാണം കെടുത്തി, പൃഥ്വിരാജിനെ നാണം കെടുത്തി. പിന്നീട് ആന്റണി വരുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നു, നിങ്ങൾ എന്തിനാ അത് കൊടുത്തു എന്നുള്ളത്. അയ്യോ എന്റെ അനുവാദത്തോട് കൂടി ചെയ്തതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടു കഴിഞ്ഞു. പിന്നെ ആന്റണി പെരുമ്പാവൂർ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് ഇതിനിപ്പോ എന്താ അതിശയിക്കാനുള്ളത്? ഒരു അതിശയിക്കാനില്ല. പിന്നെ മറ്റൊരു കാര്യം, ആന്റണി പെരുമ്പാവൂരിന്റെ കയ്യിൽ നിന്ന് ഇത്രമാത്രം പൈസ എവിടുന്ന് വന്നു എന്നുള്ള കാര്യം ബിനാമിയാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഒരു ഇഡിയുടെ ഒരു കയറിയിറക്കം നല്ലതാ. ഏതാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്റെ മാത്രം അഭിപ്രായം കേട്ടാ, കമന്റ് ബോക്സിൽ നിറഞ്ഞു കിടക്കുന്നതാണ്. ഓക്കെ, എന്തായാലും വലിയ 2 നടന്മാരെ ഈ വിഷയത്തിലേക്ക് ഇൻവോൾവ് ആക്കി അവർ വന്ന് സംസാരിച്ചിട്ട് പോലും ഇതിൽ നിന്ന് പിന്മാറാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഈ സംഘടനയൊക്കെ നമ്മൾ എന്ത് പറയണം?
സുരേഷേ, നീ കാലങ്ങളായിട്ട് വെറുപ്പ് സമ്പാദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിന്റെ സഹപ്രവർത്തകരുടെ കയ്യിൽ നിന്ന് കാലങ്ങളായി വാങ്ങുന്നു. കേരള ജനതയുടെ മുന്നിൽ നിന്ന് ഓൾറെഡി നിങ്ങൾ ആ കേരള സ്റ്റോറി എന്ന സിനിമ വന്നപ്പോൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, നല്ല രമ്യമായ രീതിയിൽ പരിഹരിക്കപ്പെട്ടെ. ഇനി മലയാള സിനിമ മുന്നോട്ട് തന്നെ പോകട്ടെ. മമ്മൂട്ടിയുടെ ഒരുപാട് സിനിമകളും മോഹൻലാലിന്റെ ഒരുപാട് സിനിമകൾ വരാനിരിക്കുകയാണ്. ഈ സിനിമകൾക്കൊന്നും ഒരു തരത്തിലുള്ള തട വീഴാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ ആരാധകരാണ്, നമ്മൾ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ഈ സിനിമകളൊക്കെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള മാടമ്പത്തരം വളർത്തണ്ടേ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഞാൻ വരും. അതിലേക്ക് സന്ദീപ്.